വെൽക്കം ബാക്ക് ടു ഇനേഷസ് ബ്ലോഗ്. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലോട്ട് വെള്ളയാണി ദേവി പറഞ്ഞ വീഡിയോ ആണ്. നമ്മളെ വീടെന്ന് വെച്ചാൽ ഈ വീടല്ല, നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണ് വരുന്നത് വെള്ളയാണി ദേവി. നമ്മൾ ആ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിച്ച് ഉഷാറായിട്ട് വരിക. വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും തന്നെ കളമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പഴക്കൊലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളയാണി അമ്മയുടെ ഈ ഒരു ഉത്സവത്തിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം നമ്മൾ എന്തിനാണ് ഈ പഴക്കൊലകൾ കെട്ടുന്നതെന്നുള്ളത്. ഇത് ദേവിക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നൊരു വഴിപാടാണ്. അപ്പം നമ്മളുടെ ഈ വീടിൻ്റെ പരിസരത്തുള്ളവരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരും ഒക്കെ ചേർന്ന് ദേവിക്ക് വേണ്ടി നേർന്ന് പഴക്കൊലകളാണ് അവിടെ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം മാമനും അപ്പാപ്പനും കൂടെ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ദേവി വരുമ്പോഴത്തേനും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുരുത്തോലമൊക്കെ കെട്ടി 2-3 ദിവസം മുമ്പ് തന്നെ എനിക്കൊന്നും ഒരു 2-3 ആഴ്ച ഒരു മാസത്തോളം ആയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. വീട് പെയിൻ്റ് അടിയും പിന്നെ ഈ ലൈറ്റ്സ് ഇടുന്നതും ഈ പന്തൽ കെട്ടുന്നതും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു ആഘോഷമായിരുന്നു. അങ്ങനെ സന്ധ്യ അടുക്കാറായപ്പോഴത്തേനും നമ്മളുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ആളാണ് ഇതേ കിടന്നുറങ്ങുന്നത്. അതിഥിയാണ്, എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പം ഇതെൻ്റെ ചേച്ചിയും അതിൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. അപ്പോൾ ത്രിസന്ധ്യ സമയമായപ്പോഴത്തേനും അച്ഛൻ പിന്നെ വിളക്ക് കത്തിച്ചു. സന്ധ്യയായി. ദേവി എന്തായാലും രാത്രിയൊക്കെ ആയപ്പോഴാണ് വന്നത്. എന്തായാലും സന്ധ്യയ്ക്ക് അച്ഛൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമയം രാത്രി ആവും തോറും ആൾക്കാരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദേവിയെ കാണാനായിട്ടൊക്കെ. ആക്ച്വലി ഈ പന്തലിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ പകൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി അത് കാണാനായിട്ട്. അപ്പോൾ ഈ പന്തലും കെട്ടി കളവും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലെ പടുക്ക ഇടാനും വിളക്ക് കത്തിക്കാനും ഒക്കെ ദേവി വരുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്പലത്തിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. അപ്പം ഇത് നമ്മുടെ പടുക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പടുക്ക ഇട്ട് തീർന്നതിന് ശേഷം വിളക്ക് കത്തിക്കാനും ബാക്കിയുള്ള ചെറുതായിട്ട് പൂജ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടും അമ്പലത്തിൽ നിന്ന് ആൾക്കാർ പൂജാരിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പടുക്കയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂജാരി ബാക്കി നമ്മൾ വിളക്ക് കത്തിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ച് പോയതിനു ശേഷം അത്യാവശ്യം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ദേവി വന്നിട്ടുണ്ടായിരുന്നു.
പ്രസാദമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ദേവി പോയതിന് ശേഷം നമുക്ക് പിന്നെ ഇവിടെ ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു വന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വടയൊക്കെ ആയിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ദേവി ഇറക്കി പൂജയ്ക്ക് നമ്മൾ കുറേ കൊലകൾ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ ഓരോ നേർച്ചയായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പം ആ പൂജ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവരവരുടെ കൊല കൊടുക്കും, പഴക്കൊല കൊടുക്കും. അപ്പം ഇന്ന് നമ്മളും കൊല എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആ പൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഭയങ്കര റഷിങ്ങായിരുന്നു. ലൈക്ക് ആൾക്കാർ പോകാനും ഫുഡ് കൊടുക്കാനും ഒക്കെ ഭയങ്കര റഷിങ്ങായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ പഴക്കൊല.